നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുന്നു. ഏറ്റവും പുതിയ ഒരു വിവരം പുറത്തു വരുന്നത് പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ഇഡിയുടെ സമൻസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങൾ വൈകാതെ നമുക്ക് ലഭ്യമാകുമെന്ന് കരുതാം. വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭിക്കും. ഒപ്പം പാക് അധിനിവേശ കശ്മീരിൽ വലിയ സംഘർഷമുണ്ടാകുന്നു. 11ഓളം ആളുകൾ കൊല്ലപ്പെടുന്ന പശ്ചാത്തലം ഉണ്ട്. ഇത് വിശദമായി തന്നെ പരിശോധിക്കും. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകളിലേക്ക്. പാക് അധിനിവേശ കാശ്മീർ കത്തുന്നു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരും പാകിസ്ഥാൻ സുരക്ഷാ സേനയും തമ്മിൽ പോര്. 11 പേർ കൊല്ലപ്പെട്ടു. 70-ലധികം പേർക്ക് പരിക്ക്. കൊല്ലപ്പെട്ടവരിൽ 4 പോലീസുകാരും. കടുത്ത വിലക്കയറ്റവും വൈദ്യുതിക്ഷാമവും തൊഴിലില്ലായ്മയും കലാപകാരണം. ട്രംപിന്റെ ഇടപെടലിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ താൽക്കാലിക ആശ്വാസം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സമാധാനത്തിനുമാണ് മുൻഗണനയെന്ന് ഇറാൻ. ആക്രമണമുണ്ടായാൽ പ്രതികരിക്കുമെന്നും മുന്നറിയിപ്പ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് നെതന്യാഹുവിനോട് ട്രംപ്. ട്രംപിന്റെ വിസ നയത്തിന് വൻ തിരിച്ചടി. H1B1 വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള തീരുമാനം റദ്ദാക്കി US കോടതി. ഭരണകൂടത്തിന് നിയമപരമായി അധികാരമില്ലെന്ന് കോടതി. വിസയ്ക്കായി ട്രംപ് നിശ്ചയിച്ചത് 84 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ. ഇന്ത്യക്കാർക്ക് വലിയ ആശ്വാസം. ക്യൂബൻ തീരത്ത് കടലിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റിൽ വരെ പ്രകമ്പനം. പരിഭ്രാന്തരായി ജനം. മൂന്നാം മുന്നണിക്ക് ശ്രമം തുടങ്ങി DMK. കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടികളെ ഒപ്പം കൂട്ടും. കോൺഗ്രസ് കാട്ടിയത് വഞ്ചനയെന്ന DMK. ലക്ഷദ്വീപിൽ മദ്യനിരോധനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകുക ലക്ഷ്യം. അനുമതി കർശനമായ ലൈസൻസിംഗ് വ്യവസ്ഥകൾക്ക് വിധേയമായി. നിരോധനം നിലവിൽ വന്നത് 1979. വടക്ക് കനത്ത കാലവർഷം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. മലപ്പുറത്തും വയനാട്ടിലും ഓറഞ്ച് അലർട്ട്. പെരിയാറിൽ കാണാതായ യുവാവിനായി തെരച്ചിൽ തുടരുന്നു. ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തകർക്ക് രക്ഷയുണ്ടോ? നവകേരള യാത്രക്കിടെ ഉണ്ടായ മർദ്ദനക്കേസിൽ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. വിധി പറയുന്നത് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. വയനാട്ടിൽ ആശങ്കയുയർത്തി ഷിഗല്ല രോഗബാധ. സുൽത്താൻ ബത്തേരിയിൽ 2 വിദ്യാർത്ഥികൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ലക്ഷണങ്ങളുമായി നിരവധി വിദ്യാർത്ഥികൾ ചികിത്സയിൽ. ജില്ലാതല ഉന്നതതല യോഗം രാവിലെ. ആരോഗ്യമന്ത്രി ഇന്ന് ജില്ലയിൽ. ചന്തു സലിംകുമാറിന് പിന്തുണയുമായി നിരവധി പേർ. സുകുമാരൻ മരിച്ചപ്പോൾ പൃഥ്വിരാജിനുണ്ടായത് സമാനമായ അനുഭവമെന്ന് മല്ലിക. എന്തും കാണിച്ച് എൻ്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള വിചാരക്കാർ ഒരുപാട് പേരുള്ളൊരു സമൂഹത്തിലാണ്. പക്ഷെ അത് കാണിക്കേണ്ടത് ഒരു മരണ വീട്ടിലല്ല. ഓൺലൈൻ മാധ്യമങ്ങളെ വിമർശിച്ച് ശ്രീകുമാരൻ തമ്പിയും ലാൽ ജോസും. ടിനി ടോമിനെതിരായ പരാതിയിൽ നടി അൻസിബയുടെ മൊഴിയെടുക്കാൻ പോലീസ്. ഇന്ന് കടവന്ത്ര സ്റ്റേഷനിൽ ഹാജരാവണം. ടിനി ടോം തന്നെ മതതീവ്രവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണം. മാസപ്പടി കേസിൽ വീണ ടിക്ക് സമൻസ്. ED സമൻസ് അയച്ചു. വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളുണ്ടായിരുന്നു. ഇന്നലെയാണ് SFIയുടെ പക്കലുള്ള 132ഓളം രേഖകൾ കോടതിയിൽ നിന്ന് ED കളക്ട് ചെയ്ത് ED ശേഖരിച്ചത്. തെളിവുകൾ കഴിഞ്ഞ കുറേ ദിവസമായി ശേഖരിച്ചു വരികയായിരുന്നു. ED ഡയറക്ടർ നേരിട്ട് കൊച്ചിയിലെത്തി ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ചു. ഇതടക്കം ഗൗരവതരമായ തെളിവുകൾ വീണയ്ക്കെതിരെ കിട്ടിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ മാസപ്പടി കേസിൽ വീണ ടിക്ക് സമൻസ് അയച്ചിരിക്കുകയാണ്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? വീണ ടി വെള്ളിയാഴ്ച ഇഡിക്ക് മുന്നിൽ എത്തേണ്ടി വരും. ചോദ്യമുനയിൽ
വീണ്ടും വീണ. നമ്മളിത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഈ ആഴ്ച തന്നെ ഇഡി നോട്ടീസ് അയക്കുമെന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. എന്തായാലും ആ തീയതി മാത്രം, അല്ലെങ്കിൽ ഏത് ദിവസമാണ് വീഡിയോയോട് ഹാജരാകാൻ ആവശ്യപ്പെടുക എന്നത് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. എന്തായാലും വെള്ളിയാഴ്ച വരാനാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വരുന്നതിന് വേണ്ടി വീണ വിജയന് സമൻസ് അയക്കും, ഇന്ന് തന്നെ സമൻസ് അയക്കുമെന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. അങ്ങനെ മാസപ്പടി കേസിൽ നീണ്ട തെളിവെടുപ്പ്, അതിനുശേഷമുള്ള റെയ്ഡുകൾ, കോടതിയിലെ വലിയ വാദപ്രതിവാദങ്ങൾ, ഇതിനൊക്കെ ഒടുവിലായി വീണ വിജയന് ചോദ്യം ചെയ്യണമെന്ന ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി സമൻസ് അയക്കുകയാണ്. ഇന്ന് തന്നെ സമൻസ് അയക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് ആവശ്യപ്പെടുക. കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ, കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വീണ വിജയൻ മാത്രമല്ല 9 പേർക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. അതിൽ CMRL MD ശശിധരൻ കർത്ത, CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ മകൻ കൂടിയായിട്ടുള്ള ശരണസ് കർത്ത, അതോടൊപ്പം തന്നെ CMRL ചീഫ് ജനറൽ മാനേജർ KS സുരേഷ് കുമാർ എന്നീ 3 പേരും, ഒപ്പം CMRLിലെ മറ്റ് ജീവനക്കാർക്കുമാണ് സമൻസ് അയച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള ഒരു കേസ് കൂടിയാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് വീണ വിജയൻ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതിന് മറ്റൊരു രാഷ്ട്രീയ മാനം കൂടി കൈവരുന്നത്. എന്തായാലും അതിൽ ഇപ്പോൾ മാസപ്പടി കേസിൽ വീണ വിജയനോട് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ 12 ഇടങ്ങളിലായിരുന്നു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ ഒരു റെയ്ഡ് നടന്നത്. ആ റെയ്ഡിൽ പിണറായി വിജയൻ താമസിക്കുന്ന വീണ വിജയൻ കൂടെ വീടായിട്ടുള്ള തിരുവനന്തപുരത്തും കണ്ണൂരിലടക്കം ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടന്നിരുന്നു. ആ റെയ്ഡിൽ വീണ വിജയന്റെ വീട്ടിൽ നിന്നും ചില പ്രധാനപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തു എന്നായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. അതിൽ 3 അക്കൌണ്ടുകൾ, വീണ വിജയന്റെ 3 അക്കൌണ്ടുകളാണ് ഫ്രീസ് ചെയ്തത്. അതിലൊരു HDFC ബാങ്കിന്റെ അക്കൌണ്ട് അടക്കം ഫ്രീസ് ചെയ്തിരുന്നു. ഈ ഒരു സാമ്പത്തിക കൈമാറ്റവുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കും CMRലും തമ്മിലുള്ള സാമ്പത്തിക കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പണം വന്ന അക്കൌണ്ടുകളിൽ 3 എണ്ണമാണ് ഫ്രീസ് ചെയ്തത് എന്നുകൂടിയായിരുന്നു ഇ ഡി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്തരത്തിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തുവിട്ടത്. ഒപ്പം വീണ വിജയന്റെ വീട്ടിൽ നിന്നും ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നിർണായകമായ രേഖകളും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഇ ഡി പറഞ്ഞു. വീണ വിജയന്റെ ഒരു മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു, അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു, അതും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണിലൂടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടന്നത്, ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നടന്നത്. അതിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഇ ഡി അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഫോൺ അടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചത്. ഇനിയിപ്പോൾ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഈ തെളിവുകൾ മുന്നിൽ നിരത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. നേരത്തെ നമുക്കറിയാം, ഈ ഹൈക്കോടതിയിലടക്കം CMRL ഒരു ഹർജി, ഈ ഒരു അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ചിനെയും ഡിവിഷൻ ബെഞ്ചിനെയും സമീപിച്ചു. പക്ഷേ 2 ബെഞ്ചുകളും, ഹൈക്കോടതിയിലെ 2 ബെഞ്ചുകളും അവരുടെ അവകാശത്തെ, അല്ലെങ്കിൽ അവരുടെ ഒരു വാദത്തെ തള്ളിക്കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്നൊരു തീരുമാനത്തിൽ, എന്നൊരു ഉത്തരവിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഈ പേടിക്കാനില്ലെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തിരിമറിയൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ, കള്ളപ്പണ ഇടപാടുകളൊന്നും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നത്? ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലേ, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് എന്തിന് ഭയക്കുന്നു എന്ന നിർണായകമായ ചോദ്യം പോലും കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇങ്ങനെ ഇവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി വരില്ലേ, അത് കമ്പനിക്ക് തന്നെ ഗുണകരമാകുന്നത് എന്ന് കൂടി ഹൈക്കോടതി ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ ഹർജി തള്ളിയതോടുകൂടിയാണ് ഇ ഡി അന്വേഷണം വേഗത്തിലാക്കാൻ തീരുമാനിച്ചത്. ഇ ഡി ഡയറക്ടർ അടക്കം കൊച്ചിയിലെത്തി, നേരിട്ടെത്തിയാണ് അദ്ദേഹം. 5 വർഷത്തിന് ശേഷമായിരുന്നു കൊച്ചിയിലെത്തിയത്. ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംസാരിക്കുന്നു, തെളിവുകൾ പരിശോധിക്കുന്നു. അതിനൊടുവിലാണ് വീണ വിജയനെയും ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ. വീണയടക്കം 9 പേർക്കാണ് ഇപ്പോൾ ഇ ഡി സമൻസ് അയച്ചിരിക്കുന്നത് എന്നുള്ള നിർണായക വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണ
വെള്ളിയാഴ്ച ഹാജരാകുമോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നീട്ടിവെക്കുമോ എന്നടക്കം കാത്തിരുന്ന് കാണണം. വീണയ്ക്ക് കുരുക്ക് മുറുകുകയാണ്. വളരെ കൃത്യമായ തെളിവെടുപ്പുകൾ, ചോദ്യം ചെയ്യൽ, ഏതാണ്ട് 9 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇത്രയും ദിവസം വളരെ കാര്യക്ഷമമായ രീതിയിൽ തെളിവുകൾ ശേഖരിച്ച് കോടതിയുടെ നിയമപരമായ ഉത്തരവുകൾ കൂടി അനുകൂലമാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഇഡിയുടെ നീക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നവമി, ഈ 9 പേര് എന്ന് പറയുമ്പോൾ CMRലുമായി ബന്ധപ്പെട്ടവരാകും, മറ്റ് ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ടവരുണ്ട്, വീണയുണ്ട്, മറ്റാരുടെയൊക്കെ വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇവരോടെല്ലാവരോടും വെള്ളിയാഴ്ച തന്നെ എത്രയാണോ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരോടും വെള്ളിയാഴ്ചയല്ല, നിലവിൽ വീണ വിജയനോടാണ് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരെ കൂടാതെ 9 പേർക്കാണ് സമൻസ് അയക്കാൻ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. അതിലൊന്ന് വീണ വിജയൻ, മറ്റൊന്ന് ശശിധരൻ കർത്തയാണ്, CMRL MD ശശിധരൻ കർത്ത. പക്ഷേ ശശിധരൻ കർത്തയുടെ ആരോഗ്യം വളരെ മോശമായ അവസ്ഥയിലാണ്. അദ്ദേഹം ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. നേരത്തെ ഇഡി റെയ്ഡിലടക്കം ശശിധരൻ കർത്ത വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം ആശുപത്രിയിൽ തന്നെ ചികിത്സയിലായിരുന്നു. മുൻപ് നടത്തിയ റെയ്ഡിൽ അന്ന് മാത്രമാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ മാത്രമായിരുന്നു ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാൻ ഇഡിക്ക് സാധിച്ചുള്ളൂ. അതിനുശേഷം 2 തവണ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി സമൻസ് അയച്ചെങ്കിൽ പോലും അദ്ദേഹം ഹാജരായിരുന്നില്ല. എന്തായാലും ഈ ഒരു സമൻസ് അയക്കുമ്പോൾ അദ്ദേഹം ഹാജരാകുമോ ഇല്ലയോ എന്നതിലൊക്കെ നമുക്കൊരു വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും ശശിധരൻ കർത്ത, CMRL MD ശശിധരൻ കർത്ത, മറ്റൊന്ന് ശരണസ് കർത്ത ശശിധരൻ കർത്തയുടെ മകനാണ്, CMRLന്റെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ശരണസ് കർത്തയെയും അന്ന് ശശിധരൻ കർത്തയുടെ വീട്ടിൽ നടത്തിയ ചോദ്യം ചെയ്യൽ, ആലുവയിലുള്ള റെയ്ഡിൽ അന്ന് ശരണസ് കർത്തയെ ചോദ്യം ചെയ്തിരുന്നു. നിർണായകമായിട്ടുള്ള മൊഴി ശരണിൽ നിന്നും ലഭിച്ചു എന്നാണ് ഇഡി പറയുന്നത്. പക്ഷെ ശരൺ പറയുന്നത് തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട്, അത് ശശിധരൻ കർത്തയ്ക്ക് മാത്രമേ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുകയുള്ളൂ. തനിക്ക് ഈ സാമ്പത്തിക ഇടപാടുമായി നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ ബന്ധമില്ല എന്നൊരു മൊഴിയാണ് ശരണസ് കർത്ത ഇഡിക്ക് നൽകിയത്. പക്ഷേ ഇഡി അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ശരണസ് കർത്തയെയും വിശദമായി ചോദ്യം ചെയ്യുക എന്നൊരു ഉദ്ദേശം ഇഡിയുടെ ഭാഗത്തുള്ളത്. മറ്റൊന്ന് KS സുരേഷ് കുമാറാണ്, അത് CMRലിന്റെ ചീഫ് ജനറൽ മാനേജറാണ് സുരേഷ് കുമാറിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റത് CMRL ജീവനക്കാർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. ഈ ജീവനക്കാർക്കും, അതായത് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുമോ എന്നറിയാവുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റ് ജീവനക്കാരെ കൂടി ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ 9 പേരെയാണ്, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് 9 പേരെയാണ് ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീണ വിജയൻ തന്നെയാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കൂടിയാണ് വീണ വിജയൻ. അന്ന് വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷമായിട്ടുള്ള കോൺഗ്രസ് വലിയ രീതിയിലൊരു ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഇതിന് പിറകിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടല്ലോ. അതിലൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായ എല്ലാ പഴുതുകളും ഇഡി അടച്ചു കഴിഞ്ഞു. കോടതിയുടെ വളരെ കൃത്യമായ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. വേണമെങ്കിൽ ചോദ്യം ചെയ്യാം എന്ന തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ സാവധാനം തെളിവുകൾ ശേഖരിച്ച് ഈ ഇടവേളകളിൽ, ഒപ്പം ഇതിനോട് ചേർത്ത് വെക്കേണ്ടത് ഇഡി ഡയറക്ടറുടെ കൊച്ചിയിലേക്കുള്ള വരവും ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയും മറ്റുമാണ്. അങ്ങനെ എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു നീക്കമാണ് ഇഡിയുടേത് എന്ന് വേണമെങ്കിൽ കരുതാമല്ലോ. അതെ രഞ്ജിത്ത്, നമുക്ക് തുടക്കത്തിൽ അറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു അന്വേഷണം ഇഡി നടത്തിയിരുന്നു. അത് ചെന്നൈയിൽ വെച്ചായിരുന്നു വീണ വിജയനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തത്. അത് SFOയുടെ അന്വേഷണം നടക്കുകയും അതിന്റെ കുറ്റപത്രമടക്കം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് SFIO ഈ ഒരു കേസ് പരിശോധിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇഡിയും ഈ കേസ് ഏറ്റെടുത്തത്. പ്രത്യേകിച്ച് ഇതിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഇഡിയുടെ കണ്ടെത്തൽ. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ ഇഡിക്ക് ഒരു കാലതാമസമുണ്ടായി. ആ സമയത്ത് തന്നെയായിരുന്നു ഈ ഹർജി തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്, സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. അപ്പോൾ ആ ഒരു കേസ്, അതിന്റെ ഒരു വാദം നടക്കുന്നതിനുള്ള കാലതാമസം, അതിനൊടുവിലാണ് ഈ അന്വേഷണം നടക്കട്ടെ, ഇഡിയുടെ അന്വേഷണത്തെ തടയേണ്ടതില്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വരികയും അതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെ പിണറായി വിജയന്റെ വീട്ടിലടക്കം ഇഡിയുടെ ഒരു റെയ്ഡ്, ആ റെയ്ഡിന് ശേഷം ഉണ്ടായ ആക്രമണം, ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഇഡിയുടെ വാഹനം
തള്ളി തകർക്കുന്നു. അത് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. പിന്നീട് CPM-നെ സംബന്ധിച്ചും അല്ലെങ്കിൽ വീണ വിജയനെ സംബന്ധിച്ചും അത് വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു തിരിച്ചടി, കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ആ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ടായത്. അതിനുശേഷമാണ് വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമ്പോൾ ED അത് കൃത്യമായി പറയുന്നുണ്ട്. ഈ റെയ്ഡിനായി എത്തിയ ED ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു, ഒരു കേന്ദ്ര ഏജൻസിക്ക് നേരെ അതിക്രമം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള വകുപ്പുകളല്ല, നിസ്സാരമായി അല്ല ഹൈക്കോടതി അതിനെ കണക്കാക്കിയത്. അതിനെ തുടർന്നാണ് പിന്നീട് വീണ്ടും വിശദമായ വാദം കേൾക്കുന്നു. ആ വാദത്തിൽ CMR പ്രധാനമായും വാദിച്ചത് SFIയുടെ അന്വേഷണത്തിൽ കമ്പനിക്കെതിരെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണം അതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിലൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകരുത്. ഈ ഒരു അന്വേഷണം അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ CMR സമീപിക്കുന്നു. പക്ഷെ അവിടെ നിന്നും CMR വലിയ തിരിച്ചടി നേരിടുന്നു, വീണ വിജയന് നേരിടുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നൊരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നതോടുകൂടിയാണ് ഈ അന്വേഷണത്തിൽ കൂടുതൽ വേഗത്തിലാക്കുവാനും കൂടുതൽ കടുപ്പിക്കുവാനും ആവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുവാനും ED വീണ്ടും രംഗത്തേക്ക് എത്തുന്നത്. 12 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കണ്ടെടുത്തു, രേഖകൾ കണ്ടെടുത്തു എന്ന് തന്നെയാണ് ED ആവർത്തിച്ച് പറയുന്നത്. പിന്നീട് മൊബൈൽ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തു. ഇത് കോടതിയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കുന്നു. പിന്നീട് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കൂടി വന്നപ്പോഴാണ് SFIO കണ്ടെത്തിയ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. അതും കോടതി കൈമാറാൻ ഉത്തരവ് വരുന്നു. ആ രേഖകൾ കൂടി ലഭിച്ചതിന് ശേഷമാണ് ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ വിജയനെ വിളിപ്പിക്കുന്നത്. എന്തായാലും വീണ വിജയന് ഈ ഒരു ചോദ്യം ചെയ്യൽ അത്രേ എളുപ്പമാകില്ല. കാരണം കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ED വെള്ളിയാഴ്ചത്തേക്ക് ഹാജരാകാൻ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ED ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള അതിക്രമം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം വേഗത്തിലാക്കുവാനും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് വീണ വിജയനെയും CMR-ലെയും എക്സാലോജിക്കിനെയും പൂട്ടുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരു ചോദ്യം ചെയ്യലിനായി ഇരുവരെയും വിളിപ്പിക്കുക. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വീണ വിജയൻ അടക്കം 9 പേർക്കുള്ള സമൻസ് ED തയ്യാറാക്കി കഴിഞ്ഞു. അത് അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. വെള്ളിയാഴ്ചയാണ് വീണയോട് EDക്ക് മുന്നിൽ ഹാജരാകാൻ എത്തിയിരിക്കുന്നത്. ഒരു സംശയവുമില്ല, വീണ വിജയന് കുരുക്ക് മുറുകുകയാണ്. നവമി പറഞ്ഞ പോലെ വളരെ കൃത്യമായ തെളിവ് ശേഖരണത്തിന് ശേഷം നിയമപരമായ എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷമുള്ള നീക്കമാണ് EDയുടെ ഭാഗത്ത് നിന്ന്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ പാക് അധിനിവേശ കശ്മീരിൽ നിരോധിച്ച ജനകീയ കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരും പാകിസ്ഥാൻ സുരക്ഷാ സേനയും തമ്മിലുണ്ടായ കടുത്ത ഏറ്റുമുട്ടലിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. 70-ലധികം പേർക്ക് പരിക്കേറ്റു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട്. റാവൽകോട്ട് നഗരത്തിൽ ജൂൺ 9-ന് സമ്പൂർണ്ണ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് മുന്നോടിയായാണ് പ്രദേശത്ത് വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളും മറ്റും അരങ്ങേറിയത്. അക്രമങ്ങളെ തുടർന്ന് പാക് അധിനിവേശ കശ്മീരിൽ ഉടനീളം കടുത്ത നിയന്ത്രണങ്ങളും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈലും ഇന്റർനെറ്റ് നിരോധനവും മറ്റും ഏർപ്പെടുത്തിയ പശ്ചാത്തലമുണ്ട്. നേരത്തെ ഇതിൻ്റെ ഒരു പ്രകോപനമായത് 4 പോലീസുകാർ ഈ അക്രമികളുടെ വെടിയേറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഒരു വഴിയാത്രക്കാരനും കൊല്ലപ്പെട്ട സാഹചര്യമുണ്ടായി. തുടർന്നാണ് സുരക്ഷാ സേന പ്രത്യാക്രമണങ്ങൾ നടത്തുകയും 6 പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും മറ്റും ചെയ്തത്. അതുമാത്രമല്ല, ഈ മേഖല പാകിസ്ഥാന്റെ അധീനതയിലുണ്ട്. വലിയ തൊഴിലില്ലായ്മയുടെ പ്രശ്നമുണ്ട്, അവിടെ വലിയ വിലക്കയറ്റത്തിന്റെ പ്രശ്നമുണ്ട്. ഇതിനെതിരെ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. അവിടെയാണ്. അത് മാത്രമല്ല, ആ പ്രദേശങ്ങളിലെ വിപണികളെ, ആ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പാകിസ്ഥാൻ ചൂഷണം ചെയ്യുന്നു എന്നുള്ള ഒരു പരാതി കൂടി ജനങ്ങൾക്കുണ്ട്. ഇതിനെതിരെയുള്ള രോഷമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമായി വന്നിരിക്കുന്നത്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ചെറിയ കാര്യമല്ല, പാക് അധിനിവേശ കശ്മീരാണ്. അവിടെ ഭരണകൂടത്തിന് ഒരുപക്ഷെ നിയന്ത്രിക്കാനാവാത്ത വിധം കലാപം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത്, പാക് അധിനിവേശ കശ്മീരിൽ ഇപ്പോൾ കനത്ത ജാഗ്രതയാണ് തുടരുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് അവിടെ വലിയ പ്രതിഷേധം ആണ് ആഹ്വാനം ചെയ്തിരുന്നത്. ഈ പ്രതിഷേധത്തിന് മുന്നോടിയായി നടന്നിട്ടുള്ള ചില ചെറിയ പ്രതിഷേധങ്ങൾ അതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്നുണ്ടായ നീക്കം ആണ് ഈ വലിയ ഏറ്റുമുട്ടലിലേക്ക് കടന്നത് എന്നതാണ് അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്നത് 2023-ൽ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രൂപം കൊണ്ടിട്ടുള്ള ഒരു ജനകീയ
കൂട്ടായ്മയാണ്. ആ ജനകീയ കൂട്ടായ്മ ഇതിനു മുമ്പ് പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ജനകീയ കൂട്ടായ്മ ഹർത്താൽ നടത്തുന്നത്, അതായത് പാകിസ്ഥാനിലെ വിലക്കയറ്റത്തിനും അതോടെ വൈദ്യുതി ചാർജിനും ഇന്ധന വില വർധനവിനും തൊഴിലില്ലായ്മയ്ക്കും എതിരെ ആണ് എന്നുള്ളതാണ്. ഈ ഹർത്താലിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടിയായിരുന്നു സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇപ്പോൾ സുരക്ഷാ സേന പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവർ റാവൽകോട്ടിലെ ഒരു ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ തടിച്ചുകൂടുകയും അവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്തു. ആ പ്രതിഷേധക്കാരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെ സുരക്ഷാ സേന ലാത്തി വീശിയ സമയത്ത് ഈ അവാമി പ്രവർത്തകർ അവിടേക്ക് പെട്രോൾ ബോംബ് എറിയുകയും അങ്ങനെയാണ് ഈ സംഘർഷം ഉണ്ടായത് എന്നതാണ്. എന്തായാലും ഏറ്റുമുട്ടലിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒരു വഴിയാത്രക്കാരനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റെല്ലാവരും തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയവർ ആണ്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് തീവ്രവാദ നിരോധന നിയമപ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുള്ള, അതായത് പാകിസ്ഥാനിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനകീയ കൂട്ടായ്മയാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ പാക് ഭരണകൂടം ഏറെ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം 2023 ശേഷം ഈ അവാമി ജോയിന്റ് കമ്മിറ്റി നടത്തിയിട്ടുള്ള എല്ലാ പ്രതിഷേധങ്ങൾക്കും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു രഞ്ജിത്ത. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ വിലക്കയറ്റം എന്നത് പല മടങ്ങാണ്. ഏതാണ്ട് 300 മടങ്ങോളം 300% ആണ് പാകിസ്ഥാനിലെ വിലക്കയറ്റം എന്നത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ലിറ്ററിന് 450 രൂപ വരെയാണ് ഉയർന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിലടക്കം ചെറിയ തോതിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില വർദ്ധിപ്പിച്ചപ്പോൾ അത് സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുമ്പോൾ പോലും ആ സാഹചര്യം നമുക്കറിയാം. എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ ഇത് നേരിട്ട് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. 450 രൂപയാണ് 1 ലിറ്റർ പെട്രോളിന്റെ വില. വലിയ പ്രതിഷേധങ്ങളെ തുടർന്ന് ആ വില കുറച്ചുവെങ്കിൽ പോലും ഇപ്പോഴും 380 രൂപയാണ് നൽകേണ്ടതായി വരുന്നത്. ഇവിടെ നമുക്കൊന്ന് ഓർത്തെടുക്കേണ്ടത്, ഈ 2024 പാകിസ്ഥാനിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗോതമ്പാണ്. 40 കിലോ ഗോതമ്പിന് 2000 രൂപയായിരുന്നത് അന്ന് 4000 രൂപയായി ഉയർന്നിരുന്നു. ആ സമയത്താണ് ഈ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ആ വില വീണ്ടും പാകിസ്ഥാൻ ഭരണകൂടത്തിന് കുറയ്ക്കേണ്ടതായി വന്നു. ഒപ്പം വൈദ്യുതി നിരക്ക് കുറയ്ക്കേണ്ടതായി വന്നു. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, 2025 ഒക്ടോബർ മാസത്തിൽ പാകിസ്ഥാനിൽ 1 കിലോ തക്കാളിയുടെ വില 600 രൂപ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് എപ്പോഴൊക്കെ രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാകുന്നോ ആ പ്രതിസന്ധി ജനങ്ങളിലേക്ക് നേരിട്ട് അടിച്ചേൽപ്പിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻകരുതൽ നടത്താതിരിക്കുക, കരുതൽ ശേഖരമില്ലാതിരിക്കുക, ഇങ്ങനെ ഭരണകൂടം വലിയ തോതിൽ അഴിമതി നടത്തുന്നു. അന്ന് 600 രൂപയിലേക്ക് തക്കാളിയുടെ വില ഉയർന്നപ്പോഴും ഈ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി തെരുവിലേക്ക് ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് ഈ പ്രാദേശികമായ ഒരു പിന്തുണ ഈ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റിക്ക് ലഭിക്കുന്നു എന്നതാണ്. റാവൽകോട്ട് മേഖലയിൽ വലിയ സ്വാധീനമാണ് അവർക്കുള്ളത്. ഇപ്പോൾ അവർ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രതയോട് കൂടിയാണ്. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ 45 നിയമസഭാ സീറ്റുകളിൽ 12 സീറ്റുകൾ പുറത്തു നിന്നുള്ളവർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. ഇതിന് എതിരെ കൂടിയാണ് ഈ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർച്ച പങ്കുവെക്കുന്നത്. ഏതായാലും പാക് അധിനിവേശ കശ്മീരിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നു. അവിടെ വലിയ സംഘർഷമുണ്ടാകുന്നു. 11 പേർ കൊല്ലപ്പെടുന്നു. അതിൽ 4 പോലീസുകാരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതീവ ഗൗരവതരമായ കാര്യം. ഇന്നലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ട്രംപ് വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തുകയും തുടർന്ന് ട്രംപ് ഇടപെട്ട് ഇസ്രായേലും ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുകയും, അതായത് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്നു നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളത്. ഇസ്രായേലിന് വലിയ മുന്നറിയിപ്പ് നൽകുന്നു. ഇനി ഇത്തരത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചതിന് പിന്നാലെ നിർത്തിവെക്കണം. അത് മാത്രമല്ല, ട്രംപ് പറഞ്ഞു വെച്ചത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യേണ്ടി വരും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല എന്ന് ഇസ്രായേലിനോട് പറയുകയാണ്. വീണ്ടും പുനരാലോചിക്കണമെന്ന് മറ്റും ട്രംപ് വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിൽ തങ്ങൾ പിന്മാറിയിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരത്തിൽ സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറിയിട്ടില്ല, അതിന് തയ്യാറാണ്. പക്ഷേ തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി പ്രതികരിക്കുമെന്നും ഇറാൻ പറഞ്ഞു വെക്കുകയാണ്. അത് മാത്രമല്ല, ജനങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനുമാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നത് എന്നും ഇറാൻ പ്രസിഡന്റ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുകയാണ്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ലെബനന് നേരെയോ തങ്ങൾക്ക് നേരെയോ ഉണ്ടായാൽ തിരിച്ചടിക്കും എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്നലെയാണ് വ്യാപകമായ മിസൈൽ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായത്. തിരിച്ച് ഇറാനെയും ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നു. അത്തരം ആക്രമണങ്ങൾ നടന്നിരുന്നു. അതിനുശേഷമാണ് ട്രംപ് ഇടപെടുകയും 2 പേർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്. അജയ്, ഇപ്പോൾ സമാധാനം ഏതാണ്ട് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. താൽക്കാലികമായി ആണ് എന്ന് കരുതാം. പക്ഷെ അപ്പോഴും ഇസ്രായേൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നില്ല. ലെബനെ ആക്രമിക്കുമെന്നും മറ്റും പറയുന്നുണ്ട്. അത് പിന്നീട് സംഘർഷം പിന്നെയും രൂക്ഷമാക്കാനല്ലേ സഹായിക്കൂ?
തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇപ്പോൾ ഇറാൻ പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതോടെ ഇസ്രായേൽ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇതിനു മുൻപേ ലെബനനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങൾ വെറും കാഴ്ചക്കാരായി വീക്ഷിക്കുകയല്ലാതെ ഇറാൻ മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. ഇതിനെതിരെ അന്താരാഷ്ട്ര വേദികളിൽ അവർ പല ആവർത്തി സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ യുഎസുമായിട്ടുള്ള സമാധാന കരാറിൽ ലെബനന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവരാനും ഇറാൻ ശ്രമിച്ചു. അല്ലാതെ നേരിട്ട് ഇസ്രായേലിനെ എതിർക്കാൻ ഒന്നും ഇറാൻ ഇതുവരെ പോയിരുന്നില്ല. പക്ഷേ 2 ദിവസം മുൻപേ അവരുടെ നിലപാട് പൂർണ്ണമായിട്ട് മാറ്റുകയായിരുന്നു. തുടർന്ന് ഇസ്രായേലിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണം ഇറാൻ നടത്തി. തിരിച്ച് ഇറാനിലേക്കും ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനുശേഷം ട്രംപിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് ഇറാനും ഇസ്രായേലും ഒരു വെടിനിർത്തലിന് തയ്യാറായത്. ഇറാനാണ് ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായിട്ട് അറിയിച്ചത്. അതിന് മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം രാത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് തൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ നിലവിൽ നിർത്തിവെക്കുകയാണ്. ഇറാൻ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇസ്രായേലിന് നേരെ പുതിയ ആക്രമണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലും ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നു. പക്ഷേ ഇറാനിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇസ്രായേലിന് നേരെ ഉണ്ടായാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ലെബനിലേക്കുള്ള സൈനിക നടപടികൾ തുടരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെ പേരാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അത് തുടരുക തന്നെ ചെയ്യും. അത്തരം സൈനിക നടപടികൾ ഒരിക്കലും അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ആലോചിച്ചിട്ടില്ല എന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ വ്യവസ്ഥകൾക്ക് തീർത്തും വിപരീതമാണ് എന്ന് നമുക്ക് കാണാനാകും. ഇറാൻ ഇന്നലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കിയപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, ഇറാന് നേരെയോ ലെബന് നേരെയോ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകും എന്നുള്ളത്. അപ്പോൾ ലെബന് നേരെ സൈനിക നടപടി അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അത് ഈ അവസാനിച്ചിരിക്കുന്ന താൽക്കാലികമായി ഒരു ശമനമുണ്ടായിരിക്കുന്ന സംഘർഷം ഏത് നിമിഷം വേണമെങ്കിലും തുടരാം എന്നുള്ളതിൻ്റെ ഒരു സൈറൻ കൂടിയാണ്. ട്രംപ് ഇതിന് നെതന്യാഹുവിന് കർശനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആക്സിയോസ് ന്യൂസ് ആണ് നിലവിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ട്രംപ് നെതന്യാഹുവിനോട് ടെലിഫോണിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ബി കെയർഫുൾ ഓർ യു വിൽ ബി അറ്റ് യുവർ ഓൺ വെരി സൂൺ എന്നാണ്. അതായത് നിങ്ങൾ പുതിയ തരത്തിലുള്ള എന്തെങ്കിലും ആക്രമണം തുടരുകയാണെങ്കിൽ US ഒപ്പമുണ്ടാകില്ല എന്നതാണ് ട്രംപിൻ്റെ ഒരു മുന്നറിയിപ്പ്. അതായത് US-ന്റെ ഇപ്പോഴുള്ള ഏറ്റവും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നയം എന്ന് പറയുന്നത് ഇറാനുമായി ഒരു സമാധാന കരാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങളിൽ ഏർപ്പെട്ടാൽ ഇത് ആ സമാധാന കരാറിന് തടസ്സമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസഷ്കിയാനും എടുത്തു പറഞ്ഞത് ഇക്കാര്യം തന്നെയാണ്. ഈ ഇറാൻ ഒരിക്കലും ഈ നയതന്ത്ര ചർച്ചകളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രതിരോധവും നയതന്ത്രവും തങ്ങളുടെ ഒരേ സമയം മുന്നോട്ട് വയ്ക്കുന്ന 2 കാര്യങ്ങളാണ് എന്നാണ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്നോട്ട് പോകാൻ US ആഗ്രഹിക്കുന്നില്ല. അതിനാൽ തന്നെയാണ് നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ സാഹചര്യം. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നത്, ട്രംപ് നേരത്തെ ഒരു H1B1 വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടി ഒരു പണി നടത്തി. അത് ഇന്ത്യക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ചില്ലറയൊന്നുമല്ല, ഏതാണ്ട് 84 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപയാണ് ഇത്തരം പുതിയ വിസകൾക്കായി അപ്ലൈ ചെയ്യുന്നവർ അടയ്ക്കേണ്ടത് എന്നായിരുന്നു ട്രംപിൻ്റെ നിലപാട്. ഇത് പൂർണ്ണമായും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് US-ലെ കോടതി എന്നുള്ളതാണ്. ഇത്തരമൊരു കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെയൊക്കെ ഭാഗമായാണ് ട്രംപ് നടപ്പിലാക്കിയത്. അത് വലിയ കുത്തനെയുള്ള വർധനമായിരുന്നു. നേരത്തെ പറഞ്ഞ ഇന്ത്യക്കാർക്കൊക്കെ വലിയ തിരിച്ചടിയായി അത് മാറിയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ബോസ്റ്റണിലെ US ഡിസ്ട്രിക്ട് ജഡ്ജ് ലിയോ സോറോക്കിനാണ് കുത്തനെയുള്ള ഈ വർധന നിയമവിരുദ്ധമാണെന്ന് വിധി എഴുതിയത്. ഇത്രയും വലിയ ഫീസായി ഈടാക്കാൻ ഭരണകൂടത്തിന് നിയമപരമായ അധികാരമില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. 20 ഡെമോക്രാറ്റിക് സ്റ്റേറ്റുകളിലെ അറ്റോർണി ജനറൽമാർ സംയുക്തമായി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ നിർണായക വിധി. US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെയാണ് ഫീസ് വർദ്ധിപ്പിച്ചതെന്നും ഇത് പ്രസിഡന്റിന്റെ അധികാര പരിധിക്ക് പുറത്താണെന്നും കോടതി നിരീക്ഷിച്ചു. ഇത് മാത്രമല്ല, ഇത് പൊതുമേഖലയെ ബാധിക്കും,
വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനെ ബാധിക്കും. അമേരിക്കൻ കമ്പനികൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇന്ത്യക്കാർക്കും ഈ വിഷയത്തിൽ ആശ്വസിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യയിലാണ്. 70% ഇത്തരം വിസകൾ നേടുന്നതും ഇന്ത്യൻ IT പ്രൊഫഷണലുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു തീരുമാനമായി ഇത് മാറുകയാണ്. ക്യൂബൻ തീരത്ത് കടലിൽ റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ഭൂകമ്പത്തെ തുടർന്ന് ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയിലെ കെട്ടിടങ്ങൾ കുലുങ്ങി. അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലും പ്രകമ്പനം അനുഭവപ്പെട്ടു. പ്രാദേശിക സമയം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഭൂചലനം ഉണ്ടായത്. എന്നാൽ ആളപായമോ വലിയ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ക്യൂബൻ നഗരത്തിൽ നിന്നും ഏകദേശം 65 മൈൽ പടിഞ്ഞാറ് കടലിലാണ് ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 10 കിലോമീറ്റർ താഴ്ചയിലും ഈ സംഭവം ഉണ്ടായി. ജനങ്ങളെ വലിയ പരിഭ്രാന്തിയിൽ ആഴ്ത്തി. ക്യൂബൻ തലസ്ഥാനത്തിലും മറ്റും കെട്ടിടങ്ങൾ കുലുങ്ങുകയും മറ്റും ചെയ്തു. സുനാമി മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം. മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹിയിലെ ഇന്ത്യ മുന്നണി യോഗം നടന്ന ദിവസം തന്നെ BJPക്കെതിരായ ഒരു 3ാം മുന്നണി വരുമെന്ന സൂചന നൽകി DMK. കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നം കാരണമാണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്ന് വ്യക്തമാക്കിയാണ് DMK വക്താവ് TKS ഇളങ്കോവൻ രംഗത്ത് വന്നത്. 3ാം മുന്നണി എന്ന് പറയുമ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിരവധി പാർട്ടികൾ അസംതൃപ്തിയുണ്ട്. ഇന്നലത്തെ ഇന്ത്യ മുന്നണി യോഗത്തിൽ അത്തരം കാര്യങ്ങൾ വ്യക്തമായിരുന്നു. പല പാർട്ടികളും രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കാൻ നമ്മൾ കണ്ടു. ഒപ്പം പങ്കെടുക്കാതിരുന്ന ആം ആദ്മി പാർട്ടി പോലെയുള്ളവരെയും DMK ലക്ഷ്യം വെക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തമിഴ്നാട്ടിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിജയ്ക്കൊപ്പം കോൺഗ്രസ് ചേർന്നതൊക്കെയാണ് DMK ചൊടിപ്പിച്ചിരിക്കുന്നത്. TG സജിത്ത് വിവരങ്ങളുമായി ചേരും. സജിത്ത്, അതൊരു പുതിയ സാധ്യതയാണ് ഈ 3ാം മുന്നണി എന്ന് പറയുമ്പോൾ. BJPക്കും കോൺഗ്രസിനും എതിരെയാകും അത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് പാർട്ടികൾ അങ്ങോട്ടേക്ക് ആകൃഷ്ടരാകാൻ സാധ്യതയുണ്ട് താനും, പ്രത്യേകിച്ച് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ. അതെ രഞ്ജിത്ത്, നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 3ാം മുന്നണിയും 4ാം മുന്നണിയും പോലുള്ള സാധ്യതകൾ പോലും ചർച്ച ചെയ്തിരുന്നതാണ്. പക്ഷേ BJP അധികാരത്തിലേറി ഇതിപ്പോൾ 3ാം വട്ടവും BJPയുടെ അധികാരം തുടരുന്ന സാഹചര്യത്തിൽ ഇനി ദേശീയ സാഹചര്യത്തിൽ ഒരു 3ാം മുന്നണിക്ക് പ്രസക്തി ഉണ്ടോ എന്നതായിരുന്നു ചോദ്യം. അവിടെയാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതു. പല രീതിയിൽ രാഷ്ട്രീയമായ ഭിന്നിപ്പുകളുണ്ടെങ്കിലും BJP വിരുദ്ധ ചേരി എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. കേരളത്തിലറിയാം, പരസ്പരം പോരടിക്കുന്ന ഇടതു പാർട്ടികൾ പോലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, കോൺഗ്രസിനൊപ്പം ദേശീയ തലത്തിൽ സഹകരിക്കുകയാണ്. ഇതിനിടയിലാണ് ഒരു ബദൽ നീക്കം ഉണ്ടാവുന്നത്. തമിഴ്നാട്ടിലെ പുതിയ സാഹചര്യങ്ങൾ, തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് മറുകണ്ഠം ചാടി തങ്ങളോട് രാഷ്ട്രീയ മര്യാദ കാട്ടിയില്ല തുടങ്ങിയവയാണ് DMKയുടെ ആരോപണം. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഒരു 3ാം മുന്നണിയുടെ സാധ്യതയിലേക്ക് DMK കടക്കുന്നത്. അതിന് കൃത്യമായ രൂപമുണ്ടായില്ല. ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ സാധ്യതകൾ ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഏറെ പ്രസക്തി ഉണ്ട് എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, പല രീതിയിലുള്ള അസംതൃപ്ത വിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി. എന്നാൽ BJP വിരുദ്ധ നിലപാടുകൾ ഒന്നിച്ചുണ്ട് എന്ന ഒറ്റ കാരണത്താലാണ് ഒന്നിച്ചു നിൽക്കുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും നേരിട്ട് പോരടിക്കുന്നവരാണ്, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ളവരാണ്. ഇവരെല്ലാമാണ് ചേരുന്നത്. ഇന്നലെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ മുന്നണി യോഗം ഡൽഹിയിൽ ചേർന്നത്. ആ മുന്നണി യോഗത്തിൽ തന്നെ കോൺഗ്രസിന് തുറന്ന നിലപാടുകൾ സ്വീകരിക്കാൻ പല പാർട്ടികളും തയ്യാറായിട്ടുണ്ട്. ഇതിൽ അഖിലേഷ് യാദവിനെ പോലെയുള്ളവർ, ഒപ്പം തന്നെ ഇടതു പാർട്ടികളൊക്കെ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ പോലും നിലപാടുകൾ എടുത്തു ഈ യോഗത്തിൽ എന്നതാണ് സാഹചര്യം. അതേസമയം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായ ഒരു പുതിയ മാറ്റം, മമതാ ബാനർജി ഒന്നുകൂടി ശക്തമായി, അവരുടെ പാർട്ടിയും മമതാ ബാനർജി നേരിട്ടും യോഗത്തിൽ പങ്കെടുക്കുകയും പൂർണ്ണമായും മുന്നണി സംവിധാനങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു എന്ന സാഹചര്യമാണ്. അതേസമയം ചെറുകക്ഷികളുടെ ഒരു കൂട്ടായ്മ ഒരു ബദൽ നീക്കത്തിന് തയ്യാറെടുക്കുന്നു. അങ്ങനെയെങ്കിൽ DMK പുറത്തു നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകിയാൽ ഒരുപക്ഷേ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ചെറുകക്ഷികൾ പോലും ഒരു ബദൽ നീക്കത്തിന് തയ്യാറായേക്കാം. ആം ആദ്മി പാർട്ടിയെ പോലെയുള്ളവർ നമുക്കറിയാം, പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അവിടെ കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ് ആം ആദ്മി പാർട്ടി. അപ്പോൾ അവർക്കൊരു 3ാം മുന്നണി എന്ന ബദൽ സംവിധാനത്തിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ BJP വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കാനുമാവും, കോൺഗ്രസ് വിരുദ്ധ നിലപാടുകളുമാവും. അങ്ങനെ കോൺഗ്രസ് BJP വിരുദ്ധ ചേരിക്കൊരു ബദൽ എന്ന രൂപത്തിലേക്ക് ഇത് മാറാനുള്ള സാധ്യത ചെറുതല്ല. ചെറു പാർട്ടികളുടെ കൂട്ടായ്മയുണ്ടാവാം. ഒരുപക്ഷെ ഇടതു പാർട്ടികളുടെ പോലും സഹകരണം ഇതിനോട് ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല. മറ്റു കക്ഷികളുടെ സഹകരണവും ഉണ്ടാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ദേശീയ തലത്തിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കുന്ന നീക്കം കൂടിയായി ഇത് മാറുകയും ചെയ്യും. തീർച്ചയായും TG സജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. പല പാർട്ടികളും ഒരുപക്ഷെ DMKയുമായി ചേർന്നേക്കാം. കോൺഗ്രസിനെ എതിർക്കുന്ന നിരവധി പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിന് ഇതിനകം തന്നെയുണ്ട്. JMM ഒക്കെ ഉദാഹരണമാണ്. അവരൊക്കെ വലിയ പ്രതിഷേധം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പുതിയ സാധ്യത DMK തേടുന്നത്.
മറ്റു വാർത്തയിലേക്ക്. യുക്രൈൻ യുദ്ധം നീളുന്ന പശ്ചാത്തലത്തിൽ സൈനികരുടെ കുറവ് നികത്താൻ സർവകലാശാലകളെയും സാങ്കേതിക കോളേജുകളെയും ലക്ഷ്യമിട്ട് റഷ്യ വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ സൈന്യത്തിലേക്ക് ആകർഷിക്കുന്നതിനായി 250-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നിലവിൽ രാജ്യത്ത് റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് റിപ്പോർട്ട്. കോളേജുകളിലെ ആൺകുട്ടികളിൽ 2% പേരെ സൈന്യത്തിൽ ചേർക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ അധികൃതർ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. സൈന്യത്തിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് വൻ ആനുകൂല്യങ്ങൾ കൂടി റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സൗജന്യ വിദ്യാഭ്യാസം, പഠനകാലത്തെ മോശം അക്കാദമിക് റെക്കോർഡുകൾ ഒഴിവാക്കി നൽകൽ, സൈനിക സേവനത്തിന് ശേഷം തിരിച്ചെത്തി പഠനം പൂർത്തിയാക്കാനുള്ള അവസരം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് സൈന്യത്തിൽ ചേർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും പരാജയപ്പെട്ട വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയാണ് കോളേജ് അധികൃതർ ഇത്തരത്തിൽ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് എന്ന ആരോപണവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ലോകം അല്പമെങ്കിലും ശാന്തത കൈവരിക്കുമെന്ന് പ്രത്യാശിച്ച പശ്ചിമേഷ്യൻ ഭൂമിക വീണ്ടും അത്യന്തം അപകടകരമായ ഒരു യുദ്ധച്ചുഴിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിർദ്ദേശങ്ങളെയും നയതന്ത്ര സമ്മർദ്ദങ്ങളെയും പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഇസ്രയേൽ ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതോടെ മേഖലയിലെ സംഘർഷം അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകളിലൂടെയും ഉപരോധങ്ങളിലൂടെയും ഇറാനെ വരുതിയിലാക്കാൻ US ശ്രമിക്കുന്നതിനിടയിലാണ് സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ ഈ ഏകപക്ഷീയമായ നീക്കം. ഏപ്രിൽ 8 നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ കരാറിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക പോരാട്ടമാണിത്. ഈ നീക്കത്തോടെ USഉം ഇറാനും തമ്മിൽ പശ്ചാത്തലത്തിൽ നടന്നിരുന്ന സമാധാന ചർച്ചകൾ പൂർണ്ണമായും അനിശ്ചിതത്തിലാവുകയും ആഗോള സാമ്പത്തിക രംഗത്ത് കരുനിഴൽ വീഴുകയും ചെയ്തിരിക്കുന്നു. ഇസ്രയേലിന്റെ സൈനിക പ്രകോപനങ്ങൾക്ക് മറുപടിയായി ഇറാൻ തങ്ങളുടെ അത്യാധുനിക മിസൈലുകളുടെ വലിയൊരു വ്യൂഹം തന്നെയാണ് ഇസ്രയേലിന് നേരെ വിക്ഷേപിച്ചത്. ഈ നീക്കത്തോടെ USഉം ഇറാനും തമ്മിൽ പശ്ചാത്തലത്തിൽ നടന്നിരുന്ന സമാധാന ചർച്ചകൾ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാവുകയും ആഗോള സാമ്പത്തിക രംഗത്ത് കരുനിഴൽ വീഴുകയും ചെയ്തിരിക്കുന്നു. ഇസ്രയേലിന്റെ സൈനിക പ്രകോപനങ്ങൾക്ക് മറുപടിയായി ഇറാൻ തങ്ങളുടെ അത്യാധുനിക മിസൈലുകളുടെ വലിയൊരു വ്യൂഹം തന്നെയാണ് ഇസ്രയേലിന് നേരെ വിക്ഷേപിച്ചത്. ഇനി തൊട്ടാൽ കളി തീക്കളിയാകും എന്ന ശക്തമായ മുന്നറിയിപ്പോടെയാണ് ഇറാൻ ഇസ്രയേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ പെരുമഴ പെയ്യിച്ചത്. ഇസ്രയേലിന്റെ പ്രതിരോധ കോട്ടകളെ ഭേദിക്കാൻ പാകത്തിലുള്ളതായിരുന്നു ഇറാന്റെ ഈ ആക്രമണം. എന്നാൽ തങ്ങൾക്ക് നേരെ വന്ന ഭൂരിഭാഗം മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ കഴിഞ്ഞതായി ഇസ്രയേൽ വ്യോമസേന അവകാശപ്പെടുന്നു. പ്രതിരോധം ശക്തമായിരുന്നെങ്കിലും ഈ ആക്രമണം ഇസ്രയേൽ ഭരണകൂടത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഈ ആക്രമണ പരമ്പരകൾ ഇസ്രയേലിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. മേഖലയിലെ തങ്ങളുടെ സ്വാധീനം വ്യക്തമാക്കിക്കൊണ്ട് കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെയും ഇറാന്റെ മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും പാഞ്ഞെടുത്തു. ഗൾഫ് മേഖലയിലാകെ ഭീതി പടർത്തിയ ഈ മിസൈലുകളെ അന്താരാഷ്ട്ര വ്യോമപരിധിയിൽ വെച്ച് വെടിവെച്ചിട്ടത് അമേരിക്കൻ സൈന്യമാണ്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ നിരവധി ആക്രമണ ഡ്രോണുകൾ US സെൻട്രൽ കമാൻഡ് വിജയകരമായി തകർത്തു കളഞ്ഞു. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം വന്യമായ പ്രകോപനങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം മേഖലയിൽ എപ്പോഴും സജ്ജരാണെന്ന് വാഷിംഗ്ടൺ പ്രഖ്യാപിക്കുന്നു. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഖാലിബാഫ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ട പ്രസ്താവന ചർച്ചകളുടെ വഴി പൂർണ്ണമായും അടയുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഇസ്രയേലും USഉം വെടിനിർത്തലിനോ സമാധാന ചർച്ചകൾക്കോ ആത്മാർത്ഥത കാട്ടുന്നില്ലെന്നും ലെബനനിൽ നിരപരാധികൾക്ക് നേരെ ആക്രമണം നടത്തിയും ഹോർമൂസ് കടലിടുക്കിൽ അന്താരാഷ്ട്ര കപ്പലുകൾ സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ മഴ കനക്കുകയാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടുണ്ട്. ഇവിടങ്ങളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. കനത്ത മഴയിൽ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നവമി ദിനേശ് അവിടെയുണ്ട്. ഒപ്പം MS സനീഷ് കുമാറും കോഴിക്കോട്ട് നിന്ന് ചേരും. ആദ്യം നവമിയിലേക്ക് പോകണം. നവമി ശക്തമായ മഴയാണ്. സാധാരണ എല്ലാ വർഷവും ഈ പ്രശ്നം അനുഭവിക്കുന്ന സ്ഥലം കൂടിയാണ് കൊച്ചി. ഇത്തവണ അതിനൊരു പരിഹാരവുമില്ല എന്നാണ് അല്ലേ? രഞ്ജിത്ത്, എല്ലാ വർഷവും ഇത് സ്ഥിരം കാഴ്ചയാണ് കൊച്ചിക്കാരെ സംബന്ധിച്ച് KSRTC സ്റ്റാൻഡിലെ വെള്ളക്കെട്ട്. പ്രത്യേകിച്ച് KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം സഭയിൽ തന്നെ പറഞ്ഞത് നാണക്കേടാണ്, KSRTCക്ക് തന്നെ നാണക്കേടായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് എറണാകുളത്തേതെന്നൊക്കെ പറഞ്ഞു. അതിനെ തുടർന്നാണ് 1,88 ലക്ഷം രൂപ മുടക്കി ഈ KSRTC സ്റ്റാൻഡ് നവീകരിച്ചത്. ആ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ വലിയ ആഘോഷവും കൊട്ടിഘോഷിച്ചൊക്കെ ഒരു ആഘോഷ പരിപാടിയൊക്കെ നടത്തി. പക്ഷേ
യാത്രക്കാരെ സംബന്ധിച്ച് കോടികളെല്ലാം ദേ ഈ വെള്ളത്തിലൂടെ പോകുന്ന അവസ്ഥയാണ്. ഒരു മാറ്റവുമില്ല. സ്റ്റാൻഡിലേക്ക് ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ മുമ്പൊക്കെ KSRTC സ്റ്റാൻഡിനുള്ളിലേക്ക് വെള്ളം കയറുമായിരുന്നു. ഇതിപ്പോൾ അതില്ല, അതൊഴിവായി. കാരണം ഇത് മണ്ണിട്ട് അല്ലെങ്കിൽ ഈ സ്റ്റാൻഡ് നന്നായിട്ട് ഉയർത്തിയത് കൊണ്ട് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നില്ല. പക്ഷേ യാത്രക്കാർക്ക് ബസ്സിൽ കയറണമെങ്കിൽ നീന്തി പോകേണ്ട അവസ്ഥയാണ്. ഇതായിരുന്നില്ല ഇവിടുത്തെ വെള്ളക്കെട്ട്. വളരെ വലിയ വെള്ളക്കെട്ട് തന്നെയായിരുന്നു. ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടിയാണ് ബസ്സിൽ നിന്നും ഇറങ്ങിയും ബസ്സിലേക്ക് കയറാനും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. ഈ മാധ്യമങ്ങൾ വാർത്തയാക്കിയതിന് പിന്നാലെ കോർപ്പറേഷൻ എന്തായാലും ആളെ വിട്ട് ഈ കാന വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. കോർപ്പറേഷനെ രാവിലെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്, മേയർ പറഞ്ഞത്, ഇത് നേരത്തെ തന്നെ ഈ കാന വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതുകൊണ്ട് സംഭവിച്ചതാണെന്നുള്ളൊരു വിശദീകരണമാണ് നൽകിയത്. പക്ഷേ അതൊക്കെ പരിഹരിക്കേണ്ടതല്ലേ എന്നതാണ് ചോദ്യം. കാരണം 1 കോടി രൂപ എങ്ങനെയാണ് ഇവർ നവീകരിക്കാൻ ഉപയോഗിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ചെറുതായിട്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ കാനയിലേക്ക് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അല്പസമയം മുമ്പ് വരെ ഇവിടെയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടായിരുന്നു അനുഭവപ്പെട്ടത്. ആളുകളൊക്കെ വലിയ ദുരിതത്തിൽ തന്നെയായിരുന്നു. അവരൊക്കെ എന്താണ് ഇത്രയും കോടികൾ മുടക്കിയിട്ടും എന്തുകൊണ്ടാണ് ഈ ഞങ്ങളുടെ ദുരിതത്തിന് ഒരു ശമനമാകാത്തതെന്നൊക്കെ ന്യായമായ ചോദ്യം അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഈ KSRTC സ്റ്റാൻഡിൽ ഇപ്പോഴും ശാപമോക്ഷമായില്ല. സർക്കാരുകൾ മാറി മാറി വന്നാലും KSRTCക്ക് ഇത്രയും കോടികൾ പ്രഖ്യാപിച്ച് മന്ത്രിമാരും MLA-മാരൊക്കെ എല്ലാ ദിവസവും കയറി ഇറങ്ങി പോകുന്നു. പക്ഷേ വലയുന്നത് നമ്മളെപ്പോലുള്ള യാത്രക്കാർ തന്നെയാണ്. പ്രത്യേകിച്ച് ദീർഘദൂര യാത്രയുമായിട്ട് വരുന്നവരെ സംബന്ധിച്ച് ഈ വലിയ ബാഗും ഭാണ്ഡക്കെട്ടുകളുമായിട്ടൊക്കെ വന്ന് ഈ വെള്ളത്തിലൂടെ കയറിപ്പോകേണ്ട അവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നേരത്തെ കുറെ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ അത് പ്രതികരിച്ചതാണ്. അവരുടെയൊക്കെ വിഷമം പങ്കുവെച്ചതുമായിരുന്നു. നമുക്ക് കൂടുതൽ ആളുകളോട് ഒന്ന് ചോദിക്കാം. ചേട്ടാ, ഈ വെള്ളക്കെട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ്സിൽ കയറാനും ഇറങ്ങാനും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മുട്ടറ്റം വരെ വെള്ളമാണ്. ജോലിക്ക് പോകാൻ ഡ്രസ്സൊക്കെ നനയും. ഡ്രസ്സെല്ലാം തന്നെ പിന്നെ മോശം വെള്ളവുമാണ്. പിന്നീട് അസുഖവും വരും. അതെ തീർച്ചയായിട്ടും. അതാണ് രഞ്ജിത്ത്, വളരെ മോശം വെള്ളമാണ്, മലിനജലമാണ്, ഈ ഓടയിൽ നിന്നൊക്കെ വരുന്ന ജലമാണ്. അതിൽ ചവിട്ടിക്കൊണ്ട് ബസ്സിലേക്ക് കയറുക അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, പിന്നീട് ആ അസുഖത്തിന് ചികിത്സ തേടേണ്ട സാഹചര്യമാണ്. അതാണിപ്പോൾ KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ. ശാപമോക്ഷമായിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ പറയേണ്ടി വരും. ഇതിപ്പോൾ മഴ മാറി നിൽക്കുന്നതുകൊണ്ടാണ്. ഒരു 2 മണിക്കൂർ തോരാതെ മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും KSRTC സ്റ്റാൻഡിന്റെ മുറ്റം നിറയെ വെള്ളക്കെട്ടാണ്. വലിയ ദുരിതത്തിൽ തന്നെയാണ് നാട്ടുകാരും യാത്രക്കാരും ഒക്കെ ഇതുവഴി കടന്നു പോകുന്നത്. അതാണ് എറണാകുളം ബസ് സ്റ്റാൻഡിലെ കാഴ്ചയാണ് നാം വിവരിച്ചത്. ഒപ്പം KV ബൈജു കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ബൈജു, അവിടെ ആ മേഖലയിലും വടക്കൻ മേഖലയിലും ശക്തമായ മഴയാണ്. ഇപ്പോഴും മഴ തുടരുകയാണോ? പുതിയ മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? രഞ്ജിത്ത്, ഇപ്പോൾ മഴ അല്പം മാറി നിന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെയായിരുന്നു. 10 മണിയോട് അടുപ്പിച്ച് വലിയ തോതിൽ മഴ പെയ്യുന്ന സാഹചര്യം. പിന്നീട് അത് 4 മണി വരെ നീണ്ടു നിന്നു. വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നിലവിൽ മഴ കുറവാണ്. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് കാണാം. ഞാനിപ്പോൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് പരിസരത്താണുള്ളത്. മഴ കുറവാണ്. പക്ഷെ മലയോര മേഖലകളിൽ അങ്ങനെയല്ല. രാവിലെ മുതൽ തന്നെ നിർത്താതെ പെയ്യുന്ന മഴയാണ്. അതോടൊപ്പം തുടർച്ചയായി റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം കാസർഗോഡ് ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രധാനമായും മലയോര മേഖലകളിൽ മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നു. അതോടൊപ്പം കാലവർഷം കരക്കുന്നതോടുകൂടി കടലാക്രമണ ഭീഷണി നേരിടും. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കടൽ ഭിത്തിയില്ലാത്ത കിലോമീറ്ററുകളോളം ദൂരമുണ്ട്. നിരവധി വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ മഴ അല്പം കൂടിയിട്ടുണ്ട്. പക്ഷേ ഒരു തീവ്രത ഉണ്ടായിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയാണ് ഇപ്പോൾ പ്രവചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. എല്ലാ അംഗൻവാടി ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ പുഴകളുടെ അരികിൽ താമസിക്കുന്നവർക്കൊക്കെ ഈ ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പുഴകളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആരും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഏതായാലും ഈ സ്കൂളുകളാണ് പ്രധാനമായും. ഈ മതിലിടിഞ്ഞൊക്കെ കഴിഞ്ഞ ദിവസം വലിയ അപകടമുണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്കൊന്നും പരിക്കേറ്റാത്ത സാഹചര്യം. അത് ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ജില്ലയിലുള്ളത്. അപകടകരമായ രീതിയിലുള്ള മരങ്ങൾ, അതുപോലെ തന്നെ ഇത്തരം മതിലുകൾ, അതെല്ലാം കൃത്യമായി നിരീക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം ഇപ്പോൾ
തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ദേശീയപാതയിലാണ് വലിയ പ്രതിസന്ധിയിലുള്ളത്. പലയിടത്തിലും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ബേവിഞ്ച, ചെർക്കള പ്രദേശങ്ങൾ, വീരമലക്കുന്ന്, മട്ലായിക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയാണുള്ളത്. ഏതായാലും നിലവിൽ ഇനി വരും ദിവസങ്ങളിലും മഴ കനക്കും. റെഡ് അലർട്ടാണ്. ഇന്നും അതിതീവ്ര മഴയാണ് ഇനി വരും സമയങ്ങളിൽ പ്രവചിച്ചിട്ടുള്ളത്. ശരി. പെരിയാർ ഒഴുക്കിൽപ്പെട്ട യുവാവിനായി ഇന്നും തെരച്ചിൽ നടത്തും. ആലപ്പുഴ സ്വദേശി അഖിലിനെയാണ് കാണാതായത്. പെരുമ്പാവൂർ മഞ്ഞപ്പട്ടിക്കടവിലായിരുന്നു സംഭവം. അഖിലും സുഹൃത്തും വഞ്ചിയിൽ പുഴയിലൂടെ തുഴഞ്ഞു പോകുമ്പോൾ അപകടത്തിൽ പെടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നീന്തി രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം കണക്കിലെടുത്താണ് നിരോധനം. ഇക്കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോയി മീൻ പിടിക്കാൻ വിലക്കുണ്ട്. പെയർ ട്രോളിംഗും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾക്കും നമ്മുടെ തീരത്ത് വിലക്കുണ്ട്. ടിനി ടോമിനെതിരായ പരാതിയിൽ അൻസിബ ഹസന്റെ മൊഴി ഇന്ന് പോലീസ് എടുക്കും. 10 മണിയോടുകൂടി ഇന്ന് കടവന്ത്ര സ്റ്റേഷനിൽ അൻസിബ ഹാജരായി മൊഴി നൽകുമെന്നാണ് വിവരം. ടിനി ടോം തന്നെ മതതീവ്രവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്നാണ് അൻസിബയുടെ പരാതി. ഇൻഫോ പാർക്ക് പോലീസിൽ നൽകിയ പരാതി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. വയനാട് സുത്താൽ ബത്തേരിയിൽ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം ഉടൻ ചേരും. സമാന ലക്ഷണങ്ങളുള്ള 443 പേരെ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർ ചികിത്സയിലാണ്. 68 പേർ അഡ്മിറ്റാണ്. 163 പേർ നിരീക്ഷണത്തിലാണ്. സർക്കാർ ഗൗരവത്തോടെ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. രോഗവ്യാപനം തടയാൻ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോളിയാടി സ്കൂളിലുണ്ടായ ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ സ്ഥലത്ത് വിദ്യാർത്ഥികളെ സന്ദർശിക്കുകയും അവിടെ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും അവിടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മന്ത്രി അടക്കം ഇന്ന് അവിടെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വയനാട്ടിലെത്തി കാര്യങ്ങൾ വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 3 ദിവസം നീണ്ടുനിന്ന വാദത്തിനൊടുവിലാണ് ഇന്ന് വിധി പറയുക. ചന്തു സലിം കുമാറിന് പൂർണ്ണ പിന്തുണയുമായി സിനിമാ ലോകം, ഒപ്പം സാഹിത്യകാരന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയാം ചന്തു സലിം കുമാറിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് സലിം കുമാർ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും മരിച്ചപ്പോഴുമൊക്കെ വലിയ വിമർശനങ്ങൾ ട്രോളർമാരുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും ഇടതുപക്ഷ ഹാൻഡിലുകളുടെ ഭാഗത്ത് നിന്ന് സലിം കുമാറിനെതിരെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ചന്തു സലിം കുമാറിൻ്റെ സംസ്കാര സമയത്ത് ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ വലിയ വിമർശനം അല്ലെങ്കിൽ വലിയ തരത്തിൽ പ്രതികരിച്ചത്. ഇതിന് പിന്തുണയുമായി ഇപ്പോൾ മല്ലിക സുകുമാരൻ രംഗത്ത് വരികയാണ്. നടൻ സലിം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും ചന്തു പ്രതികരിച്ചതിനോട് 100% യോജിക്കുന്നു എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. സുഖുവേട്ടന്റെ മരണദിനത്തിൽ താനും തന്റെ മകൻ പൃഥ്വിരാജും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതുതന്നെയാണ് ചന്തു ചോദിച്ചത് എന്ന് മല്ലിക സുകുമാരൻ ന്യൂസ് 18 പറഞ്ഞു. സത്യം പറയാം, എനിക്ക് എൻ്റെ ദൈവമേ, സലിംകുമാറിൻ്റെ മോനെ ആര് പറഞ്ഞാലും അവൻ എൻ്റെ അങ്ങേപ്പുറത്തെ അനുഭവിക്കും. കാരണം ആ കുഞ്ഞിൻ്റെ വേദന ഇതൊക്കെ പറയുമ്പോഴും ആ മുഖം കണ്ടില്ലേ, അങ്ങ് വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ട് അവൻ മുഖമൊക്കെ വിറയ്ക്കുന്നു. അതിൻ്റെ സങ്കടം കൊണ്ട് പറയുന്നതാണത്. ഒന്ന് മാറി നിൽക്കുക കേൾക്കണ്ടേ. ഈ മൊബൈലുകാരുടെ കാര്യമാണ് സഹിക്കാൻ വയ്യാത്ത. കാരണം എന്താ അറിയോ, ഈ ഒരു അനുഭവസ്ഥയാണ് ഞങ്ങൾക്ക് അന്ന് വീട്ടിൽ നിന്ന് കലാഭവനിൽ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് വയ്ക്കുന്നു. അവിടുന്ന് സുഖൻ്റെ ബോഡി എടുക്കാൻ താമസിക്കണേ എന്നുള്ളിൽ പ്രാർത്ഥിക്കണം. അത്രയും നേരം കൂടെ നമുക്ക് ആ മുഖമെങ്കിലും കാണാമല്ലോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചിന്ത. ഇന്നലെ ആ മോൻ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ അത് സലിം കുമാറിൻ്റെ മോനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്ത് ചന്തുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു നിരവധി പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. ശ്രീകുമാരൻ തമ്പിയും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അനശ്വര നടൻ സലിം കുമാറിന്റെ സംസ്കാരവേളയിൽ അദ്ദേഹത്തിന്റെ ആരാധകരെന്ന നാട്യത്തിലും മാധ്യമപ്രവർത്തകരെന്ന ഭാവത്തിലും കയ്യിൽ മൊബൈലുമായി വന്ന് ചില സാമൂഹ്യ വിരുദ്ധർ കാണിച്ച കോപ്രായങ്ങളും അതുകണ്ട് വേദനിച്ച് നിസ്സഹായനെ നിലവിളിക്കുകയും ചെയ്ത ഒപ്പം ക്ഷോഭിക്കുകയും ചെയ്ത ചന്തുവിൻ്റെ അവസ്ഥ കണ്ട് എൻ്റെയും കണ്ണു നിറഞ്ഞു എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നിയ അതേ വികാരം മനുഷ്യത്വമുള്ള എല്ലാ മലയാളികൾക്കും ഉണ്ടായി കാണും എന്നും ശ്രീകുമാരൻ തമ്പി വിമർശിക്കുന്നു. മറ്റുള്ളവരുടെ ദുഃഖം വിറ്റ്
പരിസരബോധമില്ലാതെ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരെ എവിടെയും കാണാം. മരണവീടായാൽ അവർക്കേറെ സന്തോഷമാണ്. ചൂടോടെ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇട്ടാൽ കൂടുതൽ വ്യൂസ് കിട്ടുമല്ലോ. ഒപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, എൻ്റെ സംസ്കാരം നടക്കുന്ന സ്ഥലത്തും ഒരിക്കൽ ക്രൂരന്മാരായ ഈ സാഡിസ്റ്റുകൾ വരുമെന്ന് എനിക്കറിയാം. അന്ന് എനിക്ക് എഴുന്നേറ്റ് നിന്ന് അവരെ ചീത്ത വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ അവരെ പോടാ നാറികളെ എന്ന് വിളിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സലിംകുമാറിന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടെ യൂട്യൂബേഴ്സിന്റെ അതിരുകടന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെ ചന്തു പ്രതികരിച്ച സംഭവത്തിൽ ശക്തമായ നിലപാടുമായി സംവിധായകൻ ലാൽ ജോസും രംഗത്ത് വന്നു. ആളുകളുടെ വൈകാരിക അവസ്ഥ പോലും മാനിക്കാതെ മൊബൈൽ ക്യാമറകളുമായി വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ഇരച്ചു കയറുന്നവർക്കെതിരെ നടപടി വേണം, നിയമനിർമ്മാണം വേണമെന്നാണ് ലാൽ ജോസിന്റെ ആവശ്യം. സോഷ്യൽ മീഡിയയിൽ എന്തിനെയെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ എല്ലാവരും കൂടി ഒന്നിച്ചു വന്ന് ആക്രമിക്കുന്ന അവസ്ഥ സങ്കടകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വന്തം വീട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അവർക്കിത് മനസ്സിലാകൂ എന്നുകൂടി ലാൽ ജോസ് അല്പമൊന്ന് കടത്തി പറഞ്ഞു. മാധവ് സുരേഷും സലിംകുമാറിന്റെ മകൻ ചന്തു സലിമിനെ പിന്തുണച്ചുകൊണ്ട് ഒപ്പം ഭാഗ്യലക്ഷ്മിയും രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ട്. ഇരുവരും, ഭാഗ്യലക്ഷ്മി മാധവ് സുരേഷും, പങ്കെടുക്കാനെത്തിയ താരങ്ങൾക്കൊപ്പം സെൽഫി എടുക്കാൻ തിരക്ക് കൂട്ടിയവരെ പരാമർശിച്ചായിരുന്നു വിമർശനം. സലിംകുമാറിന്റെ അടുത്ത സുഹൃത്തും നടനുമായ ദിലീപ് സംസ്കാര ചടങ്ങിൽ ഉടനീളം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ദിലീപിനൊപ്പം സെൽഫി എടുക്കാനൊക്കെ ഒരാൾ എത്തിയത്. ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇത് പങ്കുവെച്ചുകൊണ്ടാണ് മാധവ് സുരേഷിന്റെ പ്രതികരണമുണ്ടായത്. മരണവീടാണെന്ന് പോലും ഓർക്കാതെ ഇങ്ങനെ കാണിക്കുന്നവരോട് ഒന്നും പറയാനില്ല, ആരാണ് ലജ്ജ തോന്നുന്നുവെന്നാണ് മാധവ് സുരേഷ് പറയുന്നത്. മരണവീട്ടിൽ വരുന്നത് തന്നെ സെൽഫി എടുക്കാനായിട്ട് ഇങ്ങനെ കുറേ എണ്ണം എന്നായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം. സുപ്രിയ, പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയയും ഈ വിഷയത്തിൽ രംഗത്ത് വന്നു. മരണവീട്ടിലെ ദയനീയ കാഴ്ചയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി വന്നിരിക്കുകയാണ് സുപ്രിയ പറയുന്നത്, തത്സമയം എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന മാധ്യമങ്ങളുടെ ആർത്തി അതിര് കടക്കുകയാണെന്നും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട മനുഷ്യരെ സമാധാനത്തോടെ ദുഃഖിക്കാൻ പോലും അനുവദിക്കാത്ത അവസ്ഥയാണ് എന്നുമാണ് സുപ്രിയയും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതോടുകൂടി 9 മണി വാർത്ത പൂർത്തിയാക്കാം. നമുക്ക് ഈ ന്യൂസ് ട്രെൻഡ്സിൽ TJ സജിത്ത് വിശദമായി തന്നെ വാർത്തകളുമായി ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.